കഴിഞ്ഞ 10 മാസമായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ അഴിമതികളാണ് അവിടെ നടന്നിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമ്മയിൽ കുടുംബസംഗമം കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സ്റ്റാർഡം ഇങ്ങനെ അത് ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കുകയല്ലേ സ്റ്റാർഡം. ഇന്ന് ചിലപ്പോൾ ഒരാളായിരിക്കും സൂപ്പർ സ്റ്റാർ, നാളെ ചിലപ്പോൾ അയാൾ സ്റ്റാർ ആയിരിക്കില്ല. അപ്പോൾ ഈ സ്റ്റാർഡം വെച്ചിട്ടാണ് ചാനൽ ഷോ, ഇപ്പോൾ അമ്മ ഷോയൊക്കെ നടത്തുന്ന സമയത്ത് ചാനലുകൾ എപ്പോഴും സ്റ്റാർഡമുള്ള ആളുകളെ വെച്ചിട്ടുള്ള പ്രോഗ്രാംസിനാണ് പ്രയോറിറ്റി കൊടുക്കുക. അത് ചാനൽസിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചാനൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോൺസേഴ്സ് വേണം, സ്പോൺസേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റാർഡമുള്ള ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനെ എപ്പോഴും അമ്മ ഷോയൊക്കെ നടത്തുമ്പോൾ നമ്മൾ സ്റ്റാർഡം കുറഞ്ഞു പോയ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. സ്റ്റാർഡം കുറഞ്ഞു പോയി എന്ന് മാത്രമേ കുറവുള്ളൂ, അല്ലാതെ അവർ മികച്ച അഭിനേതാക്കൾ തന്നെയാണ്, മികച്ച ഡാൻസേഴ്സാണ്, മികച്ച കലാകാരന്മാരാണ്. അപ്പോൾ അവർക്കും കൂടെ ഈ കൂട്ടത്തിൽ അവസരം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, പക്ഷേ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടാത്ത മികച്ച കലാകാരന്മാർക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ചൊരു കാര്യം, അങ്ങനെയുള്ളവർക്ക് സ്റ്റേജ് കിട്ടണം. ആ സ്റ്റേജ് കിട്ടുന്നത് നമ്മുടെ കുടുംബസംഗമം നടത്തുമ്പോൾ സ്റ്റാർഡത്തിൻ്റെ കാര്യം അവിടെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാവരും ഈക്വൽ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടും. ഇന്ന ആളെ ഇത് ചെയ്യാവൂ എന്നുള്ളത് കാര്യമില്ല അവിടെ. ഇന്ന ആൾക്ക് ഫ്രണ്ടിൽ സീറ്റ് എന്നുള്ള സംഭവം അവിടെ ഇല്ല, റിസർവ്ഡ് സീറ്റ് ഇല്ല അവിടെ, ആർക്ക് വേണമെങ്കിലും എവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് കുടുംബസംഗമം കൊണ്ടുവന്നത്. അപ്പോൾ കുടുംബസംഗമത്തിൽ ഈ പറയുന്ന സ്റ്റേജ് കിട്ടാത്ത കലാകാരന്മാർക്ക് സ്റ്റേജ് കൊടുക്കണം എന്നാണ്. അങ്ങനെ അവർക്ക് പലർക്കും കിട്ടേണ്ട അവസരങ്ങൾ പോലും നിഷേധിച്ചിട്ടുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിൽക്കുന്ന ആരും തന്നെ ഇത്തവണ കുടുംബസംഗമത്തിന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഈസിയിൽ ഞങ്ങൾ എടുത്തതാണ്. എന്നിട്ടും ചില കലാകാരന്മാരെ പാട്ട് പാടാനൊന്നും സ്റ്റേജിൽ കയറ്റിയില്ല. എന്നിട്ട് ഈസിയിൽ തന്നെ 2 അംഗങ്ങൾ 2 പാട്ട് നിന്ന് പാടുകയും ചെയ്തു. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കതൊരു തമാശയായിട്ട് തോന്നുകയാണെങ്കിലും ഈ സ്റ്റേജ് കിട്ടാൻ കൊതിച്ചൊരുപാട് നാളായിട്ട് നിൽക്കുന്ന സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ഒരു വൈകാരികമായിട്ടുള്ളൊരു വേദനയുണ്ട്. അത് മനസ്സിലാക്കണ്ടേ. അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അവിടെ അവരുടെ അവസരം നിഷേധിച്ചിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ നിന്ന് പാട്ട് പാടുക, ആ സ്റ്റേജ് കൈയടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ സഞ്ജീവിനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഞ്ജീവിനി പ്രൊജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും, അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവിനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിൻ്റെ മുന്നേ തന്നെ സഞ്ജീവിനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവിനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അതിന് മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സഞ്ജീവിനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക, അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും പലരുടെയും. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണമൊക്കെ ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ മെഡിസിൻ കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് മെഡിസിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കമ്മിറ്റി വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ഈസിയിൽ അതൊന്നും പറഞ്ഞ് പാസ്സാക്കിയൊന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെത് മാറ്റി ഇനി അടുത്തൊരു കൊട്ടേഷൻ വിളിച്ചിട്ട് അതിനേക്കാളും കുറവ് വേറൊരാൾ തരികയാണെങ്കിൽ തന്നോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എപ്പോഴും പൈസ കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂടുതലുള്ള മെഡിസിൻസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരെ തന്നെ നമ്മൾ വെക്കുകയുള്ളൂ. എല്ലാ വർഷവും നമുക്ക് കൊട്ടേഷൻ വിളിക്കാം. പുതിയ കമ്മിറ്റി വന്നപ്പോഴും കൊട്ടേഷൻ ഇവർ തന്നെ വെക്കുന്നു, ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതങ്ങ് മാറ്റിയിട്ട് വേറെ ഏതൊക്കെയോ മെഡിസിൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നു. അപ്പോൾ ബേസിക്കലി ഒറ്റ സ്ഥലത്തുനിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. നമുക്കിതിൻ്റെ കണക്കൊന്നും തരുന്നില്ല.
ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല ആ കമ്മിറ്റിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതിനുത്തരമില്ല. അപ്പോൾ ഇത് അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. ജനറൽ ബോഡിയിൽ ഞാൻ ഈ 22 മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. എൻ്റെ പിന്നെ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നോക്കി പറയാത്തത് കൊണ്ട് ചില പോയിന്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര വിഷമാവും. അത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളെ പരിഹസിക്കുക, അല്ലെങ്കിൽ മോശക്കാരിയാക്കുക, അങ്ങനെ കുറേ അനുഭവിക്കേണ്ടി വന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.